ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു നാടൻ ബനാന പോള റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ 2 നേന്ത്രപ്പഴം ചെറുതായി മുറിച്ച് മാറ്റി വെക്കാം. ഇനിയൊരു ബൗളിലേക്ക് 10 മുട്ട, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും റൈസിൻസും ചേർത്ത് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി മുറിച്ച് മാറ്റി വെച്ച നേന്ത്രപ്പഴം ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കുക. പഴം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കുക. പകുതി വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാഷ്യൂ നട്ടും റൈസിൻസും ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. 5 മിനിറ്റിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചോ ടൂത്ത് പിക്ക് ഉപയോഗിച്ചോ ഒന്ന് കുത്തി നോക്കി അത് ക്ലീനായിട്ട് വരികയാണെങ്കിൽ പോള റെഡിയാണ്. ഒന്ന് തണുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് സൂക്ഷിച്ച് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് സിമ്പിൾ ബനാന പോള ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.